ബഹുമാനപ്പെട്ട ശിവൻകുടി മിനിസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചു, ഏറെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. ഞാൻ ഇവിടെയൊക്കെ വരുമ്പോൾ മിനിസ്റ്ററോട് പറയുമായിരുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര സ്നേഹമുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിന് ഹൃദയപൂർവ്വം സ്നേഹവും നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ്. നമ്മുടെ ഇന്ന് തിരുവനന്തപുരം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, നമ്മുടെ കോട്ടൺ ഹിൽ സ്കൂളിൽ ഒരു സംസ്ഥാനതല ഉദ്ഘാടനമാണ് നടക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ പറയുന്ന പോലെ, എനിക്ക് കോട്ടൺ ഹിൽ സ്കൂൾ ഞാനിവിടെ പഠിച്ചില്ലെങ്കിൽ തൊട്ടടുത്തുള്ള വിമൻസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. 7 വർഷം അവിടെ ആയിരുന്നു, പ്രീ ഡിഗ്രി മുതൽ PG വരെ. അപ്പോൾ എനിക്ക് കോട്ടൺ ഹിൽ വളരെ പ്രിയപ്പെട്ട സ്കൂളാണ്. അത് മാത്രമല്ല, നമ്മുടെ ശിവൻകുടി മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത ഒരു സ്കൂളാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ ഈ ഘട്ടത്തിൽ നമുക്കറിയാം അടുത്ത വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ, അതോടൊപ്പം കുഞ്ഞുങ്ങൾ പറഞ്ഞു ഈ സിലബസിൻ്റെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ തന്നെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറയുകയുണ്ടായി, അതിലും ചില വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് നമുക്ക് ഇപ്പോൾ കേരളത്തിലുള്ളത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമുക്ക് യൂണിഫോം ആകട്ടെ, നമ്മുടെ പാഠപുസ്തകങ്ങളാകട്ടെ, ഇതൊക്കെ വളരെ വളരെ കാലേ കൂട്ടി നമുക്ക് ലഭ്യമാവുകയും, ഇപ്പോൾ എത്ര പരിപാടികൾ, നമ്മുടെ യുവജനോത്സവമൊക്കെ, സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ, കലോത്സവം എത്ര ഗംഭീരമായിട്ടാണ് നടത്തിയല്ലേ. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും ഡയറക്ടർക്കും എല്ലാവർക്കും ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇന്ന് കോട്ടൺ ഹിൽ സ്കൂളിൽ എല്ലാവരും ഇതിനെ സജ്ജമാക്കിയതിലും ഇതിനെല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങൾ, അധ്യാപകർ, അനധ്യാപകർ എല്ലാവരും ഇവിടെ വന്നതിലും ആരോഗ്യവകുപ്പിൻ്റെയും പ്രത്യേകമായ സന്തോഷം അറിയിക്കട്ടെ. കുഞ്ഞുങ്ങൾക്കെല്ലാം അറിയാലോ അല്ലേ, എന്തിനാണ് നമ്മളിന്നിവിടെ വന്ന്? എന്തിനാണ്? അക്ഷരം ആരോഗ്യം, അക്ഷരം ആരോഗ്യം എന്ന ഒരു പരിപാടി നമ്മൾ ആരംഭിക്കുക. എന്തിനാണെന്നറിയാവോ? നമ്മളെല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കണം. നമുക്ക് ആർക്കെങ്കിലും പനി പിടിച്ച് കിടക്കാൻ ഇഷ്ടമുണ്ടോ? ഇല്ല. നമുക്ക് ഒരു ദിവസം സ്കൂളിൽ വരാതിരുന്ന വിഷമമല്ലേ? നമുക്ക് കാലിനോ കൈക്കോ ഒക്കെ വേദന ഉണ്ടായ, അയ്യോ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, എനിക്ക് ക്ഷീണമാണ്, എനിക്ക് ഓടാൻ പറ്റുന്നില്ല, എനിക്ക് സ്കൂളിൽ പോയാൽ എൻ്റെ കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പറ്റുന്നില്ല, വിഷമമല്ലേ? നമുക്ക് എന്താ ഇഷ്ടം? എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് രോഗങ്ങളില്ലാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്ന പനിയൊന്നും ഇല്ലാതെ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കണം. സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ നമുക്ക് ചിലപ്പോൾ ക്ഷീണം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? നമുക്ക് രക്തക്കുറവുണ്ടായിരിക്കും. അപ്പോൾ രക്തക്കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? രക്തക്കുറവ് പരിഹരിക്കുന്നതിനുള്ള ആഹാരം നമ്മൾ കഴിക്കണം. ഏതൊക്കെ ആഹാരത്തിലാണ് രക്തം? മാതളം, ചീര, എനിക്ക് അറിയാം. റീന ഡോക്ടറെ, നമ്മുടെ DHS കേട്ടു ഞാൻ സമ്മതിച്ചു കേട്ടോ. അപ്പോൾ ഡോക്ടേഴ്സ് എല്ലാവരും കേട്ടോ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആദിപ്രഗത്ഭരാണ്, വളരെ സൂപ്പറാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അപ്പോൾ നമുക്കറിയാമല്ലേ എന്തൊക്കെ കഴിക്കണം. നമുക്ക് ചിലപ്പോൾ ചീര കഴിക്കാൻ ഇഷ്ടമില്ലായിരിക്കും. വീട്ടിൽ നമ്മളോട് പറയും ചീര ഉണ്ട് കേട്ടോ കഴിക്കണം. ഇഷ്ടമല്ലേ? ഇഷ്ടമുള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് രക്തക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ചിലപ്പോൾ ആഹാരം മാത്രം കഴിച്ചാൽ പോലായിരിക്കും. ഡോക്ടർ പറയും അതിലും കുറച്ചുകൂടി കുറവ് ആഹാരം കഴിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ കുറച്ച് ടാബ്ലറ്റ്സ് കഴിക്കണം എന്ന് പറയുമ്പോൾ നമ്മളത് കഴിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ അറിയോ? ഇത് മാത്രമല്ല, അസുഖങ്ങൾ, രോഗങ്ങളൊന്നും ഇല്ലാതെ നല്ല സ്മാർട്ടായിട്ട് നമുക്ക് ജീവിക്കണം. ഇവിടെ ഇരിക്കുന്ന ഇത്രയും കുഞ്ഞുങ്ങൾക്ക് സ്വപ്നങ്ങളില്ലേ? എന്തു സ്വപ്നങ്ങളാണ് ഉള്ളത്? ഞാൻ പറയട്ടെ വലുതാകണം. ഇപ്പോഴുള്ള സ്വപ്നമാണോ ദൂരെയുള്ള സ്വപ്നങ്ങളാണോ? ദൂരെയുള്ള സ്വപ്നങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ ദൂരെയുള്ളതെന്ന് വെച്ചാൽ വളർന്നു വരുമ്പോഴുള്ള സ്വപ്നങ്ങൾ. അപ്പോൾ ആ സ്വപ്നങ്ങളിൽ എനിക്ക് വളർന്നു വരുമ്പോൾ എൻ്റെ ക്ലാസ്സിലെ ടീച്ചറിൻ്റെ കൂട്ടായിരിക്കണം, എൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ കൂട്ടായിരിക്കും.
എന്നെ കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ കൂട്ടായിരിക്കണം, അല്ലെ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന, അല്ലെ എന്നെ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ കൂട്ടായിരിക്കണം, അല്ലെങ്കിൽ ദേ എനിക്ക് മന്ത്രി അപ്പൂപ്പനെ പോലെ ആകണം. അങ്ങനെ ആഗ്രഹമുള്ളവരുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ദേ നമ്മുടെ ഡയറക്ടർ ബഹുമാനനായ ശ്രീ ഉമേഷ് IAS, അദ്ദേഹം സിവിൽ സർവീസ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടി IAS ഒക്കെ നേടി എറണാകുളം ജില്ലാ കളക്ടറായിരുന്നു, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. അപ്പോൾ ചിലപ്പോൾ എനിക്ക് IAS നേടണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടോ? എത്ര പേരുണ്ട്? അത്രയും ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ IPS പോലീസ് മേധാവിയാകണമെന്ന് അതിന് വീഴ്ചല്ലായിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളൊന്ന് നോക്കിക്കേ. നമുക്ക് ചിലർക്ക് IAS ഓഫീസറാണ്, ചിലർക്ക് IPS ഓഫീസർ, ചിലർക്ക് പാട്ടുകാരാകണം. ഉണ്ടോ? കൈകൾ പൊങ്ങുന്നുണ്ട്. പാട്ടുകാരാകാൻ ആഗ്രഹമുണ്ട്. ചിലർക്കോ കായിക മേഖലയിൽ സ്വപ്നമായിരിക്കും. എനിക്ക് ഒളിമ്പിക്സ്, നമ്മൾ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ ഒളിമ്പിക്സ് നടത്തിയില്ലേ? നമ്മുടെ തിരുവനന്തപുരത്ത് കേരളത്തിലെ മുഴുവൻ നമ്മുടെ കൂട്ടുകാർ വന്ന് പങ്കെടുത്തില്ലേ സ്കൂൾ ഒളിമ്പിക്സ്? എന്തിനാ സ്കൂൾ ഒളിമ്പിക്സ് നടത്തിയേ? ഒളിമ്പിക്സിൽ നമുക്കൊരു മെഡൽ നേടണം. ഒന്ന് ആലോചിച്ച്, ഒളിമ്പിക്സ് മത്സരം നടക്കുന്നു. അപ്പോൾ അതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പതാകയൊക്കെ പിടിച്ചുകൊണ്ട് എന്താണ് സ്വർണ്ണ മെഡൽ നേടി അവിടെ കയറി നിൽക്കുന്നത് ഇവിടുത്തെ കായിക താരങ്ങളായ കുഞ്ഞുങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കണം. അപ്പൊ സ്വപ്നങ്ങൾ നമുക്ക് പലതരത്തിലാണ്. ആ സ്വപ്നങ്ങളിലേക്ക് എത്തപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അധ്വാനിക്കണം, ഇല്ലേ? നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആരോഗ്യം വേണം എന്നുള്ളതാണ്. അപ്പൊ ആരോഗ്യം എന്നുള്ളത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഞാൻ വാക്കുകൾ ചുരുക്കുക കേട്ടോ. അപ്പൊ ഇത് എന്നും ചരിത്രത്തിൽ പ്രത്യേകമായി ഇടം പിടിക്കുന്ന ഒരു പദ്ധതിയായിരിക്കും അക്ഷരം ആരോഗ്യം. നിങ്ങൾ ഓരോരുത്തരും ഈ സ്കൂളിൽ ഇപ്പം എത്ര ആയിരം കുഞ്ഞുങ്ങളുണ്ടെങ്കിലും ഓരോരുത്തരും ഈ ഹാളിലിരിക്കുന്ന ഓരോരുത്തരും വളരെ പ്രഷ്യസാണ്. പ്രഷ്യസ് എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ് കേട്ടോ. നമുക്ക് വളരെ വിലപ്പെട്ടതാണ് നിങ്ങൾ ഓരോരുത്തരും. അത്രയും പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ മാനസികവും ശാരീരികവുമായുള്ള ആരോഗ്യം വളരെ 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 പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആരോഗ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒന്നിച്ചു ചേർന്ന് ഒരു പ്രോജക്റ്റാണിത്. ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഞാനും നമ്മുടെ 2 വകുപ്പുകളും ചേർന്നാണ് നടത്തുന്നത്. ആരോഗ്യം ഉള്ള കുഞ്ഞുങ്ങളെ ആണ്. ആരോഗ്യം കുഞ്ഞുങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, രക്തം ഉണ്ടാകണം, എന്നിവയൊക്കെ കഴിക്കണം. നമ്മൾ ആരോഗ്യത്തോടെ ഈ പ്രമേഹം, ഡയബറ്റീസും പ്രഷറും കേട്ടിട്ടുണ്ടോ? ഡയബറ്റീസും BP ഒക്കെ ഉണ്ടാകാതിരിക്കാൻ നല്ല ജീവിതശൈലി ഉണ്ടാകണം, നല്ല ആഹാരം കഴിക്കണം. നമുക്ക് ഫാസ്റ്റ് ഫുഡ് വേണോ? വേണ്ട. അപ്പോൾ അങ്ങനെയുള്ള ആഹാരമൊക്കെ നമുക്ക് ഒഴിവാക്കാം. അധികമായ പഞ്ചസാര, ഉപ്പ് ഇതൊക്കെ ഇവിടെ പറയും. കുഞ്ഞുങ്ങൾ അതൊന്നും കേട്ട് വറി ചെയ്യേണ്ട, വിഷമിക്കേണ്ട. അതൊക്കെ മാതാപിതാക്കളും അധ്യാപകരും അതൊക്കെ ക്രമീകരിക്കും. അപ്പോൾ നമ്മുടെ നല്ല എക്സസൈസ് ചെയ്യണം, ഓടണം, ചാടണം, കളിക്കണം, ഡാൻസ് ചെയ്യണം, സ്വിം ചെയ്യണം, അതൊക്കെ ചെയ്യണം. പിന്നെ നല്ല ആഹാരം കഴിക്കണം, നന്നായിട്ട് ഉറങ്ങണം കേട്ടോ, ഉറങ്ങണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതശീലങ്ങൾ ശൈലികൾ ആരോഗ്യമുള്ളതാകാം. അനാരോഗ്യകരമായ ശീലങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ഈ പദ്ധതിയിൽ നമ്മളിപ്പോൾ എല്ലാവർക്കും ഒരു ഹെൽത്ത് കാർഡ് കിട്ടും. ഹെൽത്ത് പരിശോധന, വാർഷിക ആരോഗ്യ പരിശോധന ഉണ്ടാകാം. നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് കാർഡുകൾ സമ്മാനിക്കും. നമുക്ക് സ്കൂൾ ഹെൽത്ത് അസംബ്ലി ഉണ്ടാവും കേട്ടോ. ഇത് നിങ്ങൾക്കൊക്കെ അവിടെ പറയാം. നമുക്ക് ഹെൽത്ത് ക്ലബ്ബുകൾ രൂപീകരിക്കും സ്കൂളിൽ. അപ്പോൾ ഇക്കാര്യമൊക്കെ നമുക്ക് പറയാം. അതുപോലെ ഹെൽത്ത് അസംബ്ലി ഉണ്ടാകും, ഹെൽത്ത് കോർണർ ഉണ്ടാകും. ഇതൊക്കെ കൂടി നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങൾ വീട്ടിൽ മാതാപിതാക്കളോടും പറയണം, മാതാപിതാക്കളിൽ നിന്നും സമൂഹത്തിലേക്കും. ഇതാണ് തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ അവസരത്തിൽ ഒരു വാക്ക് ഞാൻ നന്ദി പറയട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ ആരോഗ്യവകുപ്പിലെ എല്ലാ പ്രിയപ്പെട്ടവരും. കുറേ നാളത്തെ ഒരു വർക്കാണ്. വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യവകുപ്പും ഒന്നിച്ച് കൈകൾ ചേർത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മിനിസ്റ്ററോടും മന്ത്രിയോടും ഡയറക്ടർ ഉൾപ്പെടെയുള്ള ടീമിനോടും ആരോഗ്യ വകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ നമ്മുടെ ഡയറക്ടർ റീന ഡോക്ടർ ഉൾപ്പെടെ മുഴുവൻ ടീം അംഗങ്ങളോടും ഹൃദയപൂർവ്വമായിട്ടുള്ള ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നോക്കി പരിശോധിച്ച് ചർച്ച ചെയ്യുന്നതിൽ വളരെ 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 ഒത്തിരി എഫേർട്ടുണ്ട്. പ്രത്യേകം സ്നേഹവും നന്ദി അറിയിക്കുന്നു. 1-2 കാര്യങ്ങൾ കൂടി. നമ്മൾ ഇന്നൊരു നമ്പർ കൂടി ഇവിടെ ലോഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. 104 എന്നൊരു ടോൾ ഫ്രീ നമ്പറാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എന്തെങ്കിലും ആരോഗ്യകരമായ കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയണം
ഇതിൻ്റെ ഒരു കാര്യത്തിന് എവിടെയാണ് ചികിത്സയുള്ളത്, ആരോഗ്യകരണത്തിലൂടെ എന്തൊക്കെ സ്കീമാണ് ഉള്ളത്, അല്ലെങ്കിൽ നമുക്കൊരു കൗൺസിലിംഗ് വേണോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ 104 104 ആ നമ്പറിൽ വിളിക്കാം. ആരോഗ്യകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും, മാനസികവും ശാരീരികവുമായ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം സംബന്ധിച്ച കാര്യത്തിന് അത് വിളിക്കാവുന്നതാണ്. അത് നമ്മൾ ഇന്നിവിടെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ എന്നുള്ള അതിൻ്റെ 10 വർഷമാണ് 1 decade ഓഫ് DIC, 10 years ഓഫ് DIC എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പുസ്തക പ്രകാശനവും ഇന്ന് ഇവിടെ നടത്തപ്പെടുന്നുണ്ട്.